ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രയോവിംശോധ്യായം. ഇതിൻ്റെ സംഗ്രഹം, ആ പൃഥുവിൻ്റെ ആ പരമഗതിപ്രാപ്തിയാണ് ഇവിടെ പറയപ്പെടുന്നത്. മൈത്രേയൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ അടക്കി വിഷയങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ആത്മജ്ഞാനിയായിരിക്കുന്ന പൃഥുചക്രവർത്തി തനിക്ക് വയസ്സ് അധികമായിരിക്കുന്നുവെന്ന് ചിന്തിച്ച് ഒരു നാൾ രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് അകമ്പടിയൊന്നും കൂടാതെ ആ ഭാര്യാസഹിതനായി വനത്തിൽ പ്രവേശിച്ചു. തന്നാൽ സമ്പാദിക്കപ്പെട്ട അന്നാദി വസ്തുക്കളെയും പ്രജകൾക്കു വേണ്ട ധർമ്മമാർഗങ്ങളെയും അദ്ദേഹം രാജ്യത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ശരീരമെടുത്ത് അവതരിച്ചത്. സജ്ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട പ്രവർത്തനങ്ങളെ രാജ്യത്ത് ഏർപ്പെടുത്തി. അതാണ് തപസ് ചെയ്തപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചത്. തൻ്റെ പുത്രിയെപ്പോലെ സംരക്ഷിച്ചിരുന്ന ഭൂമിയെ ധർമ്മം തെറ്റാതെ പാലിക്കാൻ പുത്രന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള പൃഥു രാജ്യഭാരമൊഴിയുമ്പോൾ പ്രജകൾ ദുഃഖിച്ചു. വാർദ്ധക്യത്തിൽ രാജാക്കന്മാർ അനുഷ്ഠിക്കേണ്ട ധർമ്മം അനുസരിച്ച് ആ വാനപ്രസ്ഥം അദ്ദേഹം സ്വീകരിച്ചു. തപോവനത്തിൽ പ്രവേശിച്ചപ്പോഴും പണ്ട് താൻ ചെയ്തതുപോലെ വിഘ്നങ്ങളൊന്നും കൂടാതെ രാജ്യഭാരത്തിലെന്ന പോലെ ശ്രദ്ധയോടെ ആ വൈഖാനസന്മാർക്ക് ഏറ്റവും സമ്മതമായിരിക്കുന്ന കഠിന തപസ്സിൽ ഏർപ്പെട്ടു. കിഴങ്ങുകൾ, വേരുകൾ, കായകൾ എന്നിവ കുറേ കാലം ഭക്ഷിച്ചു. പിന്നെ ആ ഭക്ഷണം കരിയിലകൾ മാത്രമായി. കുറേ പക്ഷം കഴിഞ്ഞപ്പോൾ ജലം മാത്രമായി ഭക്ഷണം. പിന്നെ വായു മാത്രവും ഭക്ഷിച്ചു. ഉഷ്ണകാലത്ത് 4 ഭാഗത്തും 4 അഗ്നിയും മുകളിൽ സൂര്യനുമായി ആ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു. മഴക്കാലത്ത് വർഷധാരയെ ശരീരത്തിൽ ഏറ്റുകൊണ്ടും ശിശിരത്തിൽ കണ്ഠം വരെ ജലത്തിൽ നിന്നുകൊണ്ടും തപസ് അനുഷ്ഠിച്ചു. ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് വെറും നിലത്ത് ശയിച്ചു. വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം തുടങ്ങിയ ദുഃഖങ്ങളെ സഹിക്കുന്നവനും വാക്കുകളെ അടക്കിയവനും ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തിയവനും രേതസ്സിനെ ഊർധ്വമാക്കിയവനും പ്രാണനെ ജയിച്ചവനും കൃഷ്ണനെ ആരാധിക്കുന്നവനുമായിട്ട് ഉത്കൃഷ്ടമായിരിക്കുന്ന തപസ് അനുഷ്ഠിച്ചു. ക്രമത്തിൽ സിദ്ധിച്ച തപസ്സിനാൽ കർമ്മങ്ങളെല്ലാം നശിച്ചു. പ്രാണായാമങ്ങളുടെ നിരന്തരാഭ്യാസത്താൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന 6 ഇന്ദ്രിയങ്ങളെയും അടക്കി നിർമ്മലമായ അന്ധഃകരണത്തോടുകൂടി എല്ലാ ഭൗതിക ബന്ധങ്ങളും ഛേദിക്കപ്പെട്ടു. പുരുഷ ശ്രേഷ്ഠനായിരിക്കുന്ന പൃഥുവിനോട് ഭഗവാൻ സനൽകുമാരൻ ആത്മാവിനെ അറിയുന്നതിന് ഉത്തമ മാർഗമായിട്ട് ഏതൊരു ഭക്തിയോഗത്തെ ഉപദേശിച്ചുവോ ആ മാർഗത്തിൽ കൂടി തന്നെ അദ്ദേഹം ആ ഈശ്വരനെ ഭജിച്ചു. സർവാനുഷ്ഠാനങ്ങളെയും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചുകൊണ്ട് അതിനാൽ തന്നെ അന്ധഃകരണ നൈർമല്യം പ്രാപിച്ചുകൊണ്ടും ശ്രദ്ധാപൂർവം തപസ് ചെയ്യുന്ന ആ പൃഥുവിന് ഭഗവാനായ ആ ബ്രഹ്മത്തിൽ ഇളക്കാനാകാത്ത ഭക്തി സിദ്ധിച്ചു. ഭഗവാന്റെ പരിശുദ്ധമായ സേവ കൊണ്ട് രജോ ഗുണവും തമോ ഗുണവും നശിച്ച് ശുദ്ധമായ സത്വഗുണം അഭിവൃദ്ധി പ്രാപിച്ചു. അതിൻ്റെ മാഹാത്മ്യത്താൽ അന്ധഃകരണം പരിശുദ്ധമായി. അതോടുകൂടി വിരക്തിയുണ്ടായപ്പോൾ ആത്മജ്ഞാനം വികസിച്ചു. ശക്തിയോടുകൂടിയ ജ്ഞാനത്താൽ അതുവരെ ഉണ്ടായിരുന്ന സംശയം, വിപരീതഭാവം എന്നിവയ്ക്ക് കാരണമായിരുന്ന ആ ഹൃദയഗ്രന്ഥി ഛിന്നമായി ഭവിച്ചു. ഏതൊരു ആത്മജ്ഞാനത്താൽ ഭേദജ്ഞാനം നശിച്ചുവോ ആ ജ്ഞാനത്തെ ഉറപ്പിക്കാനുള്ള പ്രയത്നത്തെയും ഉപേക്ഷിച്ചു. നിരീഹനായി ശരീരവ്യാപാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ കഥകളിൽ മാത്രം രതിയുണ്ടായി. ഏതുകാലം വരെ യതിക്ക് ഭഗവത് കഥകളിൽ പരമമായിരിക്കുന്ന രതി ഉണ്ടാകാതിരിക്കുന്നുവോ അതുവരേക്കും യോഗസിദ്ധികളാകുന്ന അണിമാദികളിൽ ആസക്തി ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി വീണ്ടും സംസാരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതിനാൽ പരമമായ ഭക്തിമാർഗം സ്വീകരിക്കുക അതുതന്നെ വേണ്ടത് എന്നു സാരം. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ ജയിച്ചതുകൊണ്ട് വീരാഗ്രണിയായ ആ രാജാവ് സദാ ബ്രഹ്മത്തെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്ന് ബ്രഹ്മമയമായി തീർന്നു. മനസ്സിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. മനസ്സ് ജ്ഞാനസ്വരൂപമായി ഭവിച്ചു. പ്രാരബ്ധം അവസാനിച്ചപ്പോൾ ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ച് ശരീരം വെടിഞ്ഞു. ആ രാജാവ് കുതികാൽ കൊണ്ട് ഗുദദ്വാരത്തെ ബലമായി അടച്ചു. ഈ മുക്താസനം മൂലാധാരത്തിൽ നിന്നും ക്രമേണ പ്രാണനെ മെല്ലെ മെല്ലെ മേൽപോട്ടുയർത്തി 6 ആധാരങ്ങളായ ആ സ്വാധിഷ്ഠാനം, പിന്നെ നാഭിയിൽ മണിപൂരകം, ഹൃദയത്തിന് സമീപം അനാഹതം, അവിടെ നിന്നും മാറിടത്തിന് മുകളിൽ വിശുദ്ധി, കണ്ഠത്തിന് മുകളിൽ പുരികങ്ങളുടെ നടുവിൽ ആജ്ഞ, അവിടെ നിന്നും
ഓരോന്നിലായി നിർത്തി അവിടെ നിന്നും ഉയർത്തി മൂർധാവിൽ ബ്രഹ്മരന്ധ്രം എന്ന സ്ഥാനത്ത് നിർത്തി. പിന്നെ പ്രാണവായുവിനെ വായുവിൽ ലയിപ്പിച്ചു. ദേഹത്തെ ഭൂമിയിൽ ലയിപ്പിച്ചു. തേജസ്സിനെ തേജസ്സിലും യോജിപ്പിച്ചു. ഇന്ദ്രിയദ്വാരങ്ങളായിരിക്കുന്ന ആകാശത്തിൻ്റെ അംശങ്ങളെ ആകാശത്തിലും ശരീരാംശമായിരിക്കുന്ന ജലത്തെ ജലത്തിലും യഥാസ്ഥാനം വെവ്വേറെ യോജിപ്പിച്ചു. പിന്നെ ഭൂമിയുടെ അംശത്തെ ജലത്തിലും ജലത്തെ അഗ്നിയിലും അഗ്നിയെ വായുവിലും വായുവിനെ ആകാശത്തിലും യോഗശക്തി കൊണ്ട് ലയിപ്പിച്ചു. മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ ശരീരാദി തന്മാത്രകളിലും തന്മാത്രങ്ങളെ അവയുടെ കാരണമായിരിക്കുന്ന അഹങ്കാരതത്വത്തിലും ലയിപ്പിച്ചു. അഹങ്കാരതത്വത്തെ അതിൻ്റെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന മഹത്തത്വത്തിലും ലയിപ്പിച്ചു. സത്വാദി ഗുണങ്ങളുടെ സ്ഥിതിക്ക് ആധാരമായിരിക്കുന്ന ആ മഹത്തത്വത്തെ മായാകാര്യമായിരിക്കുന്ന ജീവോപാധിയായ ലിംഗശരീരത്തിൽ ലയിപ്പിച്ചു. ലിംഗശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവ് തനിക്ക് ആധാരം ആണ്. ലിംഗശരീരം എന്നുള്ള ആ ആത്മജ്ഞാനവും വിഷയവൈരാഗ്യവും സിദ്ധിച്ചതിനാൽ സ്വസ്വരൂപമായ ആനന്ദം മാത്രമായിരിക്കാൻ വേണ്ടി ജനനമരണാദികൾക്ക് കാരണമായിരിക്കുന്ന ആ ലിംഗശരീരത്തെയും ഉപേക്ഷിച്ച് പൂർണ്ണമുക്തനായി. പാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ സ്പർശിക്കാൻ പോലും അർഹതയില്ലാത്ത അതിസൗന്ദര്യവതിയായിരിക്കുന്ന ആ അർച്ചിസ് എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ മഹാരാജ്ഞി പത്നീധർമ്മമായ ആ പാതിവൃത്യത്തെ അനുസരിച്ച് പൃഥ്വിനോടൊപ്പം വനത്തിൽ പ്രവേശിച്ചു. ഭർത്താവ് അനുഷ്ഠിച്ച വ്രതങ്ങളും ധർമ്മങ്ങളുമെല്ലാം ആ പതിവ്രതയും അനുഷ്ഠിച്ചു. പാദശുശ്രൂഷകൾ ചെയ്തു. പൃഥുവിനെ പോലെ നിലത്തു ശയിച്ചു. ഋഷികളെപ്പോലെ ദേഹധർമ്മങ്ങൾ നിർവഹിച്ചു. ഇതുമൂലം അതികൃഷയായി തീർന്നവളെങ്കിലും ആ ഭർതൃകരസ്പർശനം കൊണ്ടും സൽക്കാരം കൊണ്ടും ആനന്ദം അനുഭവിച്ചതിനാൽ ഒരു പീഡയും തോന്നിയില്ല. ഭൂമിയെ പരിപാലിച്ചിരുന്ന തൻ്റെ പ്രിയതമനുമായിരുന്ന ആ രാജാവിൻ്റെ ശരീരം ചേതനാരഹിതമായതും സർവ്വചേഷ്ടകളിൽ നിന്ന് വിട്ടതും കണ്ടപ്പോൾ പതിവ്രതയായ അവൾ ഭർതൃസ്നേഹം കൊണ്ട് അല്പം കരഞ്ഞു. അനന്തരം പർവ്വതസാനുക്കളിൽ നിന്ന് വിറകുകൾ ശേഖരിച്ച് ചിത കൂട്ടി ആ ശരീരത്തെ അതിൽ വച്ചു. ആ കൃത്യം ചെയ്തിട്ട് നദിയിൽ സ്നാനം ചെയ്തു. ഉത്കൃഷ്ടകർമ്മങ്ങൾ ചെയ്തിരുന്ന ഭർത്താവിന് ജലോദകം നൽകി. അന്തരീക്ഷത്തിലിരിക്കുന്ന ദേവന്മാരെ നമസ്കരിച്ചു. ചിതയ്ക്ക് ചുറ്റും 3 പ്രദക്ഷിണം ചെയ്തു. ഭർത്താവിൻ്റെ പാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ചിതാഗ്നിയിൽ പ്രവേശിച്ചു. വീരാഗ്രണിയും പതിയുമായ മഹാരാജാവിനെ അനുസരിച്ച് ശരീരത്യാഗം ചെയ്ത പാതിവൃത്യത്തെക്കുറിച്ച് ദേവന്മാരോട് കൂടിയവരും വരദാനം ചെയ്യാൻ സമർത്ഥരുമായിരിക്കുന്ന ആ ദേവസ്ത്രീകൾ അനേകം പേർ സ്തുതിച്ചു. ദമ്പതിമാരായ അവർ ഒരേ സമയത്ത് ശരീരം വെടിഞ്ഞ് വൈകുണ്ഠത്തെ പ്രാപിച്ചപ്പോൾ ദേവന്മാർ വാദ്യവിശേഷങ്ങൾ മുഴക്കി. ആ സമയത്ത് ദമ്പതിമാരുടെ തപോവനമായിരുന്ന ആ മന്ദിരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ആ ദേവിമാർ പരസ്പരം പറഞ്ഞു. സർവ്വരാജാക്കന്മാരെയും പരിപാലിച്ചിരുന്ന സ്വഭർത്താവിനെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ ശ്രീദേവി എന്ന പോലെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഈ രാജ്ഞി മഹാധന്യ തന്നെ. ഈ വിധം സംഭവിക്കുന്നത് ലോകത്തിൽ ആശ്ചര്യം തന്നെ. എല്ലാ രാജകീയ ഐശ്വര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഭർത്താവിനോടൊപ്പം തപോവനത്തിൽ പ്രവേശിച്ച് തപസ് ആചരിക്കുക, ഭർത്താവിൻ്റെ ചിതയിൽ ശരീരത്തെ ത്യജിക്കുക എന്നീ കർമ്മങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതല്ല. പതിവ്രതയായ ആ അർച്ചിസ് ഭർതൃസഹിതയായിട്ട് നമ്മുടെ ലോകങ്ങളെ അതിക്രമിച്ചുകൊണ്ട് ഊർധ്വലോകത്തിലേക്ക് സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകുന്നത് നോക്കുവിൻ. ഇപ്പോൾ ഭൂലോകവാസികൾക്ക് ലഭിക്കാൻ കഴിയാത്തതായി യാതൊന്നും ഇല്ലെന്ന് വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മരണമില്ലാത്ത നമ്മളെക്കാളും മർത്യരുടെ ആയുഷ്കാലം ഏറ്റവും നിസ്സാരമാണെന്ന് വരികിലും നിഷ്കാമകർമ്മം കൊണ്ട് അവർ ആ ഭഗവത്പാദത്തെ പ്രാപിക്കുന്നുവല്ലോ. അനേകം ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായി ഭൂമിയിൽ മോക്ഷം കിട്ടാൻ ഉതകുന്ന മനുഷ്യജന്മം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താതെ തുച്ഛങ്ങളായിരിക്കുന്ന വിഷയസുഖങ്ങളിൽ ആസക്തരായി വീണ്ടും ആത്മാവിനെ സംസാരത്തിൽപ്പെടുത്തി ദ്രോഹിക്കുന്നവനും ഭഗവാന്റെ മായകളിൽപ്പെട്ട് വഞ്ചിക്കപ്പെടുന്നവനും ആയിത്തീരുന്നു. കഷ്ടം. മൈത്രേയൻ പറഞ്ഞു. ഇപ്രകാരം അമരസ്ത്രീകൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീഹരിയെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ആത്മജ്ഞാനികളിൽ മുഖ്യനായി തീർന്ന ആ പൃഥു വൈകുണ്ഠലോകം പ്രാപിച്ചപ്പോൾ ആ പതിലോകത്തു തന്നെ ആ പത്നിയായ ആ അർച്ചിസും പതിലോകത്തെ പ്രാപിച്ചു. ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായ പൃഥുചക്രവർത്തി ഈ വിധത്തിൽ മഹാനുഭാവനാകുന്നു. ഈ കഥ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഫലം നൽകാൻ സമർത്ഥമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും മഹത്തായതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കുന്ന ഈ ചരിത്രം ഏതൊരുത്തൻ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി പഠിക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുമെങ്കിൽ അവനും പൃഥുവിൻ്റെ പദവിയെ നേടും.
ഇതും കേൾക്കുന്ന ബ്രാഹ്മണൻ ബ്രഹ്മതേജസ്സുള്ളവനായും, ക്ഷത്രിയൻ ലോകപാലകനായും, വൈശ്യൻ വലിയ വർത്തകനായും, ശൂദ്രൻ സത്തുക്കളിൽ ശ്രേഷ്ഠനായും ഭവിക്കുന്നു. ഏതൊരു പുരുഷനോ സ്ത്രീയോ ആദരവോടുകൂടി ഈ ചരിത്രം 3 പ്രാവശ്യം കേൾക്കുന്നുവെങ്കിൽ അവർ സന്താനഹീനരാണെങ്കിൽ ഉത്തമ സന്താനം ലഭിക്കും, ധനഹീനനാണെങ്കിൽ മഹാധനികനാകും. ഈ കീർത്തിരഹിതനെ സൽകീർത്തിമാനും മൂഢനെ വിദ്വാനും ആക്കും. ശരീരസൗഖ്യം നൽകുന്നതിനും ജനങ്ങളുടെ അമംഗളത്തെ ഇല്ലാതാക്കുന്നതിനും ഇത് സമർത്ഥമാണ്. ധന്യതയുണ്ടാക്കുന്നതിനും യശസ്സും ദീർഘായുസ്സും വർദ്ധിപ്പിക്കുന്നതിനും സ്വർഗലോകം ലഭിക്കുന്നതിനും കലിദോഷത്തെ ശമിപ്പിക്കുന്നതിനും ഈ ചരിത്രം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ അനായാസേന ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചരിത്രം ശ്രദ്ധയോടെ നിരന്തരം ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുക. കാരണം ഇതിൻ്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാകുന്നു. ജയത്തെ ആഗ്രഹിക്കുന്ന രാജാവ് ഈ ചരിത്രം കേട്ടിട്ട് ഏതേതു ദേശത്ത് പോകുന്നുവോ ആ ദിക്കിലെ രാജാക്കന്മാർ ആദിരാജാവായ പൃഥുവിനെ പോലെ അവന് മുമ്പിൽ വന്ന് കപ്പം സമർപ്പിക്കുന്നു. വിഷയസുഖങ്ങളിൽ അല്പവും ആഗ്രഹം ഇല്ലാതെ ഭഗവാനിനുള്ള കളങ്കഹീനമായ ഭക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പൃഥുവിൻ്റെ ചരിത്രം കേൾക്കുകയോ കേൾപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്യണം. ഹേ വിചിത്രവീരൻ്റെ പുത്ര, മഹാന്മാരുടെ മഹാത്മ്യം സൂചിപ്പിക്കുന്ന ഈ ചരിതം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മനസ്സിരുത്തുന്ന മനുഷ്യർ ആരായിരുന്നാലും വേണ്ടില്ല, അവന് പൃഥു പ്രാപിച്ച വൈകുണ്ഠം ലഭിക്കാൻ ഇടയാകും. ഏതൊരു മനുഷ്യൻ വിഷയങ്ങളിൽ ആഗ്രഹം വയ്ക്കാതെ നിരന്തരം ഈ പൃഥുചരിതത്തെ കേൾക്കുകയോ വിസ്തരിച്ച അർത്ഥം പറയുകയോ ചെയ്യുന്നുവെങ്കിൽ അവൻ സംസാര സമുദ്രത്തെ കടത്തിവിടുന്ന കപ്പലായിരിക്കുന്ന ആ പാതാരവിന്ദത്തോടു കൂടിയ ഭഗവാന്റെ സമർത്ഥങ്ങളായ പ്രീതിയെ നേടുന്നു. ഇപ്രകാരം ഈ ചതുർത്ഥസ്കന്ധം 23-ാധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.